സുഗതകുമാരി മലയാളത്തിന്റെ തുലാവർഷ പച്ചയാണ്. പ്രകൃതിക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ മുൻപേ വിളിച്ചു പറയുന്ന കാട്ടുകിളിയുടെ പ്രവചന സ്വരമാണ്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. ഞങ്ങൾ ഒരു പിടി പ്രകൃതി സ്നേഹികൾ, ഒരു പിടി എഴുത്തുകാർ, പ്രത്യേകിച്ച് കവികൾ ഈ കൊച്ചു കാടിനു വേണ്ടി പാടാനും പ്രവർത്തിക്കാനും മുന്നോട്ടിറങ്ങി. ആ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നാളെ എന്തുണ്ടാകുമെന്നുള്ള ഭീതിയുണ്ട്. ഇന്ന് സുരക്ഷിതമാണ്, നാളെയോ? ആരാണ് ഞങ്ങളുടെ പാട്ടുകൊണ്ട്, ഞങ്ങളുടെ കവിത കൊണ്ട്, ഞങ്ങളുടെ എളിയ പ്രവർത്തനങ്ങൾ കൊണ്ട് കാടിനെ രക്ഷിക്കാൻ സാധിക്കുമോ? പോരാ. പക്ഷെ ആരോ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അത് മലനാടിൻ്റെ മനസ്സാക്ഷിയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മു 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 ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടല്ലോ? ടീച്ചറെ, അമ്മു ഹോംവർക്ക് ചെയ്തിട്ടില്ല. ആണോ അമ്മു? അവളുടെ ബുക്ക് മുഴുവൻ പടവാ. സൈലന്റ്, സൈലന്റ്. യു സിറ്റ് ഡൗൺ. അമ്മു ഇവിടെ വരൂ. ആ ബുക്ക് കൂടെ എടുത്തോളൂ. എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? ഡ്രോയിങ്ങിന് വേറെ ബുക്കുണ്ടല്ലോ, ഇതിലാണോ പടം വരയ്ക്കുന്നത്? അറിയാതെ വരച്ചതാ ടീച്ചർ. എന്താ ഹോംവർക്ക് ചെയ്യാത്തത്? ഈ ക്ലാസ്സിലെ ഏറ്റവും മാർക്ക് കുറവ് അമ്മൂന, അറിയാലോ? ഇതൊക്കെയാ കാരണം. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്.
മനസ്സിലായോ? നാളെ വരുമ്പോ ഹോംവർക്ക് ചെയ്യാൻ തന്നത് 10 ടൈംസ് എഴുതിക്കൊണ്ട് വരണം. സൈലൻസ്. ആ പൊയ്ക്കോ. ദാ ഈ ബുക്ക് കൂടെ എടുത്തോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ലെസൺ ആണ്. ലെസന്റെ പേര് നിക്ക് നിക്ക്, ഓടരുത്, നിക്ക്. എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല കേട്ടോ. നിക്കവിടെ. ചക്കി, ഓടരുത്, നിക്ക്. ചക്കി, ഓടരുത്. ചക്കി. ഞാൻ പറഞ്ഞില്ലേ എന്നെ തോൽപ്പിക്കാൻ പറ്റൂലെന്ന്. കഴിക്ക് കഴിക്ക്. ഇത്തിരി നേരം കിട്ടിയ ഉടനെ ആടിന്റെ പുറകെ പൊക്കണം. സ്കൂള് വിട്ട് വന്നിട്ട് കുളിച്ചിട്ട് പോലും ഇല്ല. ഇതിനെ കൊണ്ടുപോയി കെട്ടിയിട്ട് വാ പെണ്ണെ. ആ വരാമേ. എന്നിട്ട് വല്ലം കഴിക്കേ. വാടി, നിന്നെ കൊണ്ടുപോയി കെട്ടാ. കഴിക്ക്. ഇത് കുറവാ, അവളുടെ വിശപ്പ് മാറില്ല. കുറച്ചിലയും കൂടി തന്നെ. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും പൊഴിച്ചിട്ടേക്കണം. പെട്ടെന്ന് പൊഴിച്ചിട്ടേക്കണം കേട്ടോ. എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങൾ കാര്യം പറഞ്ഞില്ലേ? അതൊക്കെ പൊണ്ടേ പറഞ്ഞതല്ലേ. ഇനി അവധിയാക്കാൻ പറ്റില്ലെന്നാ അവര് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഇല്ലാത്ത പണം നമ്മൾ എവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാനാ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വാങ്ങിയതല്ലേ. കൊച്ചു കഴിച്ചോടി. കഴിച്ചു വെച്ചാ. നീ പഠിക്കുവാണോ പടം വരയ്ക്കുവാണോടി? പഠിച്ചിട്ട് പടം വരച്ചതാമേ. ദേ ഇത്തിരി കൂടുന്നുണ്ട്. അവള് വരക്കട്ടെടി. ആ ഷീല ടീച്ചർ കണ്ടപ്പോ പറഞ്ഞു ഇവള് മഹാ ഉഴപ്പാണെന്ന്. ഒരു അക്ഷരം പഠിക്കില്ലെന്ന്. അതൊക്കെ എന്റെ മോള് പഠിച്ചോളും ഇല്ലോടി. അച്ഛ, ഉമ്മ. ആ, നിങ്ങൾ അവളെ ഇങ്ങനെ വഷളാക്കുന്നത്. എന്റെ മോള് വലിയ ആളാവും, നീ നോക്കിക്കോ. ഇങ്ങനെ പഠിക്കാതെ ബുക്കിൽ കുത്തി വരച്ചോണ്ടിരുന്നാലേ ആവും. പൈസ ഇപ്പം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ആ പ്ലാവങ്ങ് എടുത്തോളാന്ന് ഫിലിപ്പ് പറഞ്ഞു. അതിന്റെ വില കഴിഞ്ഞ് ബാക്കിയുള്ള തുക സാവധാനം കൊടുത്താൽ മതി എന്നാ പറയുന്നത്. അയ്യോ, ആ പ്ലാവ് മുറിക്കാനോ? അതിപ്പോ എങ്ങനാ? എന്ന് പറഞ്ഞാ വേറെ മാർഗമില്ല മുന്നില്. ഞാനങ്ങ് വാക്ക് പറഞ്ഞു. ഷോ, അത് വേണ്ടായിരുന്നു. എന്നാ പിന്നെ നീ എടുക്ക് പണം. അപ്പൂപ്പം വെച്ചതാ. എൻ്റെ ചെറുപ്പകാലത്ത് കുറെ പട്ടിണി മാറ്റിയത് അതിലെ ചക്ക കഴിച്ചിട്ടാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ഒരു മാർഗമില്ല.
എന്താ പറഞ്ഞേ? അച്ഛനെന്ത് പറഞ്ഞു? നീ പഠിച്ച് വലിയ ആളാകണമെന്നോ? അതല്ല, നമ്മുടെ അമ്മിണി പ്ലാവിന്റെ കാര്യം. ഓ അതോ, അത് മുറിക്കാൻ പോവാ. ആ ഫിലിപ്പിന് പണം കൊടുക്കണ്ടേ? അമ്മിണി പ്ലാവിനെ മുറിക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്നാ പിന്നെ നീ കൊടുക്കടി പണം. പൂവിലിരുന്നു പൂമ്പാറ്റ, പൂന്തേനുണ്ടു പൂമ്പാറ്റ, പൂവിലിരുന്നു പൂമ്പാറ്റ, പൂന്തേനുണ്ടു പൂമ്പാറ്റ. ചാച്ചാജി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സ്കോളർഷിപ്പ് എക്സാം. ഒന്നാം സമ്മാനം നേടുന്നവർക്ക് 10,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പൊ എല്ലാരും റെഡിയാണല്ലോ? വലിയ സമ്മാനമാണ്. 10,000 രൂപയാണ് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും. ചേരാൻ ആഗ്രഹമുള്ളവർ പേരെന്റെ കയ്യിൽ തരിക. ശ്രീജിത്ത്, അനിരുദ്ധ്, അതുൽ, വൈഗ, ശ്രേയ, അതുല്യ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ? ഓക്കെ. ടീച്ചറെ, എന്താ അമ്മോ? പേര് പേരോ? തരാൻ. ഞാനും എക്സാം എഴുതുന്നു ടീച്ചർ. അത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാമോ? നീ എഴുതിയിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ സ്കൂളിന്റെ പേര് കളയാൻ. എനിക്ക് എഴുതണം ടീച്ചറെ, ഞാൻ പഠിക്കാം. ആ ശരി ശരി, ഞാൻ ചേർത്തോളാം. ഞാൻ പഠിച്ചോളാം ടീച്ചറെ. പഠിക്കണം. സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ടീച്ചറെ, എന്താ അമ്മു? ഈ 10,000 രൂപയെന്ന് പറയുമ്പോ ഒത്തിരി കാശുണ്ടാവില്ലേ? ആ ഉണ്ടാവും. ശരി ടീച്ചറെ. കിട്ടിയോ അച്ഛാ? പിന്നെ കിട്ടാതെ. ഈ പുസ്തകം വാങ്ങി പഠിച്ചാ മതിയെന്നാ നിന്റെ ഷീല ടീച്ചർ പറഞ്ഞത്. താങ്ക് യു അച്ഛാ. ആ. ഉമ്മ. പഠിത്തത്തോടെ പഠിത്തമാണല്ലോ. ഊണുമില്ല ഉറക്കവുമില്ല. ഇവൾക്കിത് എന്നാ പറ്റി? അല്ലേലും പെറ്റിട്ടപ്പോഴ് അവളുടെ മുഖം കണ്ട് ഭാസ്കര പണിക്കർ പറഞ്ഞായിരുന്നു അവള് പഠിച്ച് വലിയ ആളാകുമെന്ന്.
നാളെയല്ലേ മോളെ പരീക്ഷ? ആണച്ചാ. എല്ലാം പഠിച്ചോ? ഉം. മിടുക്കി. നിങ്ങൾ നോക്കിക്കോ, ഇത്തവണ അവൾക്ക് എല്ലാത്തിനും നല്ല മാർക്കായിരിക്കും. അവൾക്കേ എന്റെ ബുദ്ധിയാ കിട്ടിയിരിക്കുന്നെ. ആ ഉവ്വ്, അതേ ഉള്ള ഒരു കുഴപ്പം. എന്താ ഒരു കുഴപ്പം? അച്ഛൻ എന്നെ അന്ന് നേരത്തെ കെട്ടിച്ചു വിടുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ പഠിത്തം അങ്ങ് ഉഴപ്പിയത്. ഇല്ലായിരുന്നെങ്കി ഞാൻ വലിയ ഉദ്യോഗത്തിനിരുന്നേനെ. യോഗ ഇല്ലാതായിപ്പോയി. അത് പറഞ്ഞാ മതി. തന്നെ തന്നെ, നീ കഴിക്കാൻ വല്ലതും എടുത്തേ. എന്താ ഒരു പുച്ഛം? ഒന്നുമില്ലേ. പിന്നെ ആ ഫിലിപ്പിന്റെ ആളുകൾ നാളെ വരും. ആ പ്ലാവ് ഈ മഴയത്ത് ഇപ്പൊ അവരെന്നാ ചെയ്യാനാ? ന്യൂനമർദ്ദമാണെന്നു ഒരാഴ്ച കനത്ത മഴയാ. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടേ മുറിപ്പ് നടക്കൂ. ആ ഫിലിപ്പച്ചായനും അങ്ങനെയാ പറഞ്ഞത്, പണിക്കാര് വരികയില്ലാന്ന്. അതിപ്പോ ആരേലും വരുമോ ഈ മഴയത്ത്? സ്കോളർഷിപ്പ് എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഈ ക്ലാസ്സിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പേര് വായിക്കാം. ശ്രീജിത്ത്, യെസ്. അനിരുദ്ധ്, അതുൽ, ശ്രേയ, അതുല്യ, ഇനി ഒരാൾ കൂടെ ഉണ്ട്. ആരാണെന്ന് പറയാമോ? പറയട്ടെ? മറ്റാരുമല്ല, നമ്മുടെ ക്ലാസ്സിലെ മിടുക്കിയും മാത്രമല്ല ക്ലാസ് ലീഡറുമായ വൈഗ.
ആകെ ഭയന്നു പോയി സാറേ. ഉള്ളുന്ന പനിയും വിറയലും പിച്ചും പേയും പറയായിരുന്നു. ഞങ്ങൾക്ക് ആകെ ഇവള് മാത്രമേ ഉള്ളൂ ഡോക്ടറെ. സാരമില്ല, പനി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. 4-5 ദിവസം കിടക്കേണ്ടി വരും. കുട്ടിക്കെന്തോ മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്, ടെൻഷൻ. നിങ്ങളവളെ എന്തെങ്കിലും വഴക്കോ മറ്റോ? കൊച്ചു കുഞ്ഞല്ലേ. ഇല്ല ഡോക്ടറെ. ഇനി സ്കൂളിലോ മറ്റോ മറ്റു കുട്ടികളുമായി വഴക്ക് കൂടുകയോ അതല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും വഴക്ക് പറയുകയോ? ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും കുറച്ചു കഴിഞ്ഞ് ഞാൻ മോളുമായൊന്ന് സംസാരിക്കട്ടെ. ശരി സാർ. ഇത് അമ്മുവാണ്. ഞാനും നിങ്ങളുമൊക്കെ മാതൃകയാക്കേണ്ട ഒരു 4ാം ക്ലാസ്സുകാരി പെൺകുട്ടി. മരങ്ങളെ, പ്രകൃതിയെ പ്രണയിച്ച പെൺകുട്ടി. പാലക്കാട് കൊല്ലങ്കോട് ദേശത്തെ ഒരു പാവം കർഷകന്റെ മകളാണ്. പ്രിയങ്കരനായ MLA എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികളെല്ലാം വളരെ നിശബ്ദരായിരിക്കുക. ശരിക്കും നമ്മുടെ ഡോക്ടറെ അഭിനന്ദിക്കാതെ വയ്യ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മുടെ ഈ കൊച്ചുമിടിക്കെ ഇതുവരെ എത്തിച്ചത്. അവരുടെ നിഷ്കളങ്കമായ സ്നേഹവും കരുതലും ഈ ലോകത്തിന് മുഴുവൻ മുന്നിൽ അവതരിപ്പിച്ചത് നമ്മുടെ ഈ ഡോക്ടറാണ്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതുപോലെ ഞാനും നിങ്ങളുമൊക്കെ അമ്മുവിനെ മാതൃകയാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. അമ്മു പഠിക്കാൻ അത്ര മിടുക്കിയൊന്നും അല്ലാതിരുന്നിട്ട് കൂടി താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ അമ്മിണിപ്ലാവിനെ രക്ഷിക്കാൻ വേണ്ടി, അതിനു വേണ്ടുന്ന പണം കണ്ടെത്താൻ വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവൾ പഠിച്ചു. പരീക്ഷയിൽ അവൾ പരാജയപ്പെട്ടു. പക്ഷേ ലോകത്തിനു മുൻപിൽ അവളുടെ നിഷ്കളങ്കമായ സ്നേഹം വിജയിച്ചു. അവളുടെ അമ്മച്ചിപ്ലാവിന് വില പറഞ്ഞു വന്ന് മുറിക്കാൻ തയ്യാറായ ഫിലിപ്പ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം പക്ഷേ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നൽകാനുള്ള സമ്മാനവുമായാണ്. 1000 വൃക്ഷത്തൈകൾ. അമ്മുവിന് എല്ലാവിധ ആശംസകളും. അടുത്തതായി 1000 വൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനത്തിന് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഫിലിപ്പിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട അമ്മുക്കുട്ടിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ അമ്മുക്കുട്ടിക്ക് മൊമെന്റോ നൽകുന്നതിനായി
നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും നെന്മാറക്കാരുടെ സ്വകാര്യ അഹങ്കാരവും കുട്ടികളുടെ കൂട്ടുകാരനുമായ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ ബാബുവേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഏറെ സ്നേഹനിധികളായ എൻ്റെ കൊച്ചുകൂട്ടുകാരെ, നാം ജനിച്ചു വീണ മണ്ണ്, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ 10 ഗ്രാമങ്ങൾ ഗ്രാമഭംഗിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് നെന്മാറ നിയോജകമണ്ഡലത്തിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമപഞ്ചായത്താണ്. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ ലോകത്തെമ്പാടുമുള്ള നിരവധിയായിട്ടുള്ള ജനം ഇപ്പോൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം. മരം അതൊരു വരമാണ്. ആ മരം വച്ചുപിടിപ്പിക്കുക. ഈ പ്രകൃതിക്ക് എല്ലാ തലങ്ങളിലുമുള്ള സംരക്ഷണം നൽകുക. നമ്മുടെ പ്രിയപ്പെട്ട അമ്മുക്കുട്ടിയുടെ പ്രവർത്തനങ്ങൾ ഈ നാടിനും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനു തന്നെ മാതൃകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ നാടിനെ സംരക്ഷിക്കാൻ, ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഇന്ന് ഇവിടെ നിന്നും നൽകുന്ന ഓരോ മരങ്ങളും വച്ചുപിടിപ്പിച്ച് പ്രകൃതി സംരക്ഷണത്തിൽ കുട്ടികളും മുന്നിലാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. അതിന് എല്ലാ തലങ്ങളിലുമുള്ള പ്രോത്സാഹനം നൽകുന്ന ബഹുമാന്യരായ അധ്യാപകന്മാരെയും ഹൃദയപൂർവ്വം എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിച്ച ആ കൊച്ചുമിടുക്കിയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. അമ്മിണിപ്ലാവെൻ്റെ കൂട്ടുകാരിയാ. ഞങ്ങൾക്ക് ചക്ക തരും. എൻ്റെ ചക്കയാടിനും മണിക്കുട്ടിക്കും തിന്നാൻ പ്ലാവില തരും. ഞങ്ങൾ കളിക്കുന്നത് അമ്മിണിപ്ലാവിൻ്റെ ചോട്ടിലാ. അവളെ മുറിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വന്നു. അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാ ഞാൻ ആ മരം മുറിക്കാൻ സമ്മതിച്ചത്. അമ്മയോട് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പൈസ കൊടുക്കാൻ പറഞ്ഞു. അതിനാ ഞാൻ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് പഠിച്ചത്. പക്ഷേ ഞാൻ തോറ്റുപോയി. ജയിച്ച എൻ്റെ കൂട്ടുകാർ അവർക്ക് കിട്ടുന്ന പൈസേന്ന് കുറച്ച് പൈസ തന്ന് അമ്മിണിപ്ലാവിനെ രക്ഷിക്കാമെന്ന് പിന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ പേടിച്ച് സങ്കടപ്പെട്ടു. അങ്ങനെ എനിക്ക് പനി പിടിച്ചത്. അമ്മിണിപ്ലാവിനെ മാത്രമല്ല, ഒരു മരത്തെ മുറിക്കുന്നത് എനിക്കിഷ്ടമല്ല. മരങ്ങളും കാടും മലയുമൊക്കെ ഇവിടെ വേണമെന്നാ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചത്. ഇല്ലെങ്കിലേ പ്രളയം വരും. അതുകൊണ്ട് നമുക്ക് മരങ്ങളെ രക്ഷിക്കാം. മകളെ, നീ പ്രകൃതിക്കു സുഹൃതമായി നിന്റെ പുലരിയും പൂക്കളും പൂത്തുമ്പിയും. പ്രകൃതിക്കു മകളായി തുണയായി മനമേകി സുഹൃത സംഗീതത്തിൻ വരികളായി നീ നന്മ വൃക്ഷങ്ങളായി പാടപ്പകിട്ടായി നിൻ പാദസ്പർശങ്ങൾ തുടിതാളമായി നിറയും നിൻ ചിന്തകൾ ഹരിതാഭ പകരുമി പാരിതിൽ നീ പുതു
പുതുവാഗ്ദാനമായി പാരിതിൽ നീ പുതുവാഗ്ദാനമായി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.